ഇടതുപക്ഷത്തിന് ആധിപത്യമുള്ള മണ്ണാർക്കാട് യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആദ്യമായി MSF കൊടി സ്ഥാപിച്ചുകൊണ്ട് യൂണിറ്റ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. MSF ജില്ലാ പ്രസിഡന്റ് KU ഹംസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, MSF MSF, MSF MSF, MSF സിന്ദാബാദ്, MSF സിന്ദാബാദ്, പാറുപതാകെ പറക്ക് പതാകെ, പാറുപതാകെ പറക്ക് പതാകെ, വാനം നീളെ പാറുപതാകെ, വാനം നീളെ പാറുപതാകെ. പഠിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി വിദ്യാർത്ഥി കൂട്ടായ്മകളിലേക്ക് നമ്മുടെ സൗഹൃദം കലർത്തി നമ്മുടെ പ്രത്യയശാസ്ത്രത്തെ ഉയർത്താൻ കഴിയണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച KU ഹംസ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ഈ കൊടിയുമായി പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരുത്തനെയും ആക്രമിക്കാൻ പോകേണ്ടതില്ല. നിങ്ങൾ ജനാധിപത്യപരമായി MSF ഉയർത്തുന്ന പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന് പറയുന്ന മുദ്രാവാക്യം വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി അവരുടെ സൗഹൃദങ്ങളിലേക്ക് നമ്മുടെ സൗഹൃദത്തെ കയറ്റിക്കൊണ്ട് ഈ ക്യാമ്പസിൻ്റെ അകത്ത് നിങ്ങൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ, അവരോട് നമ്മുടെ പ്രത്യയശാസ്ത്രത്തെ പറ്റി ഉയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പതാക ഈ ക്യാമ്പസിന്റെ മുമ്പിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ പതാക SFIയുടെ ഉണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളുടെ പതാകൾക്കിടയിൽ MSFകാരൻ എന്ന നിലക്ക് നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ ഉയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഏറ്റുവിളിച്ചു പറയുന്ന ഒരു പതാകയും ഒരു കൊടിയും ഒരു രാഷ്ട്രീയത്തിന്റെ പേരുമുണ്ടെങ്കിൽ അത് MSF എന്നായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾ ഈ അവസരം ഉപയോഗം. കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് KT ഫെബിൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷമാണ് യൂണിവേഴ്സൽ കോളേജിൽ SFI യൂണിറ്റ് സ്ഥാപിച്ചതെന്നും ഇതുവരെയും രാഷ്ട്രീയമില്ലാതെ ഏകാധിപത്യപരമായാണ് UUCമാരെ തിരഞ്ഞെടുത്തതെന്ന് MSF നിയോജക മണ്ഡലം പ്രസിഡന്റ് TK സഫ്വാൻ ആരോപിച്ചു. എങ്കിൽ യൂണിവേഴ്സിറ്റിക്കകത്ത് പോകുമ്പോൾ UUCമാർ രണ്ടാളുണ്ടാകും. ആ UUCമാർക്കൊക്കെ EK നായനാർ മന്ദിരത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമുള്ള വോട്ട് ചെയ്യാനേ അവരുടെയൊക്കെ കൈകൾ പോകൂ എന്നുള്ളതും ഏറ്റവും വസ്തുതാപരമായ കാര്യമാണ്. ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഈ ക്യാമ്പസിനകത്ത് ഏകാധിപത്യപരമായ UUCമാരുണ്ടാക്കുന്ന സാഹചര്യമായിരുന്നു ക്യാമ്പസിലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അവരേത് വഴിയിലൂടെയാണോ ഏറ്റവും ലളിതമായി ഏറ്റവും പതുങ്ങി അവർ പോയിരുന്നത്, അതിനേക്കാൾ പതുങ്ങി അവരേത് സ്പെഷ്യൽ ഡെമോക്രസിയെക്കുറിച്ചാണോ ക്യാമ്പസിനകത്ത് സംസാരിച്ചത്, അതിനേക്കാൾ മനോഹരമായി ഒരു സ്പെഷ്യൽ ഡെമോക്രസിയെക്കുറിച്ച് കഴിഞ്ഞ വർഷം ഞങ്ങൾ സംസാരിച്ചു. ആയതിൻ്റെ ഭാഗമായി തന്നെ 2 UUC ഈ ക്യാമ്പസിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ വിശദീകരിച്ചൊരു കാര്യമാണ്. എങ്കിൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ UUCമാരെ അല്ലെങ്കിൽ ഈ ഒരു UDSF ചിന്താഗതിയോട് സാമീപ്യമുള്ള അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് അവരെ വോട്ട് ചെയ്യാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പോലും ഈ EK നായനാർ മന്ദിരത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ വരെ അവരെ വിളിച്ച് പിന്തിരിപ്പിക്കാൻ നോക്കി എന്ന ഒരു ഖേദകരമായ കാര്യം കൂടി ഞങ്ങൾ ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുഹസിൻ ചങ്ങലേരി, ഹഷീർ, ഫെമിൻ എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.